അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശനിയാഴ്ചയാണ് കേട്ടോ, ഒന്ന് സ്കൂളൊന്നുമില്ല പിള്ളേർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരാളിരിക്കുന്നുണ്ട്, കോട്ടുമായിട്ടിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിന്ന് രാവിലെ ചായക്ക് ഉണ്ടാക്കണം. ചായക്ക് ഉണ്ടാക്കല്ല, ചായ ഉണ്ടാക്കണം. ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ കണ്ടുള്ളത്, ഇഡ്ഡലി ഉണ്ടാക്കണം. പിന്നെ നമുക്കിന്ന് കുറച്ചധികം കാര്യങ്ങളുണ്ട്. മാറാല തട്ടാൻ വേണ്ടിയിട്ടുണ്ട്. മാറാല തട്ടിൽ ഫുൾ അങ്ങോട്ട് കഴിക്കണം. കർക്കിടക സംക്രാന്തി ആയില്ലേ, അപ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ നമ്മുടെ മാറാള തട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ കിച്ചണിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നല്ല, നാളത്തോടും ഇന്നത്തോടും അങ്ങോട്ട് തീരുമാനമാക്കണം. അല്ലെങ്കിൽ ഇനി ബുധനാഴ്ചയൊക്കെ ആയിട്ടാണ് തോന്നണം സംക്രാന്തി വരുന്നത്. അപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും അടുക്കള മൊത്തം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫസ്റ്റ്. ബാക്കിയൊന്നും വലിയ അലമ്പല്ല, ബാക്കിയൊക്കെ മാറാല തട്ടാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പം ഇനി നമ്മൾ ആദ്യം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി കുക്കർ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഷാജേട്ടൻ നമ്മുടെ ഫുഡിന്റെ പരിപാടിക്ക് കൊണ്ടുപോയി ഇതിന്റെ പഞ്ചര കളിക്കുന്നു. എന്നാലും വർക്കാവും. ഇതിലാക്കാം. ഇതിൽ കുറച്ച് വെള്ളം വെക്കാം. പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ സാധനത്തിൽ കോഴിക്കോട് വെക്കത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ പരിപാടിക്ക് നിൽക്കാം. നമുക്ക് 5 വെച്ചിട്ട് പോരെ. കുറേ ആയി നമ്മൾ ദോശൻ്റെ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഇഡ്ഡലി ചുടൽ വല്ലപ്പോഴും ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പാത്രം നമ്മുടെ ഫുഡ് ട്രക്കിലായിരുന്നു, ഷാജേൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാനതൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇഡ്ഡലി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇഡ്ഡലി തട്ടിൽ എല്ലാത്തിലും കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് എണ്ണ പുരട്ടിയിട്ട് ഒന്നും ഇങ്ങോട്ട് തൂവി കൊടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിലിങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാത്തിലും മാവ് കോഴി ഒഴിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റത്തേൽ ഞാൻ ഒഴിക്കില്ല കേട്ടോ. എനിക്കിത് വാങ്ങിയതിൽ വലിയ വിഡ്ഢിത്തരം തോന്നിയെന്ന് വെച്ചാൽ ലാസ്റ്റിലത്തെ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം, അതുകൊണ്ട് തന്നെ അതിൽ ഒഴിക്കാണ്ട് ബാക്കി ഉള്ളതിലൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഇതിങ്ങനെ തട്ടിൽ കയറ്റി വെക്കുക. എന്നിട്ട് ആ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിക്കാറുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ധാരണ ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാടായി ഇത് ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഞാനിട്ട് നോക്കാൻ വേണ്ടി വിട്ടും പോയി കേട്ടോ. എന്നിട്ട് ഇനി നമ്മളിതാ നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചിരക. തലേ ദിവസത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, അതൊന്ന് ചൂടാക്കുകയും ചെയ്യാം. പിന്നെ നമ്മളൊരു ഉള്ളി ചമ്മന്തിയും കൂടെ എന്തായാലും അരയ്ക്കേണ്ടി വരും ലാസ്റ്റ് വെച്ചിട്ട്. കണ്ണൻകുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉള്ളി ചമ്മന്തി, നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു ചമ്മന്തിയുടെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തട്ടിപ്പും തരടയിൽ നിൽക്കാൻ നോക്കിയാലും ലാസ്റ്റ് അവന് വേണ്ടിയിട്ട് അവൻ തന്നെ അരയ്ക്കാൻ മെനക്കെടും. അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ അങ്ങോട്ട് അരച്ച് വെക്കാൻ വിചാരിച്ചു. ചിരകലൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഇനി നമുക്ക് നമ്മുടെ ചട്നിക്കുള്ളത് അങ്ങോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളകും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും നാളികേരം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അത് ആദ്യം അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മുടെ മിക്സിയുടെ ജാറും ചെറിയ ജാറില്ലേ, അതിൻ്റെ താഴേക്കൊക്കെ പൊട്ടി ആകെ ഇതായണം കേട്ടോ. എനിക്ക് ആ ചെറിയ ജാറ് മാറ്റണം. അപ്പോൾ വലിയ ജാറാണ് നല്ലത്. അതിൻ്റെ അവിടെ എൻ്റെ വീണിട്ടൊന്നുമില്ല, പക്ഷെ ഒരു വിള്ളലുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ മിക്സിയിൽ നിന്ന് നല്ലതായിട്ട് ഷോക്ക് അടിക്കുകയും ചെയ്തു. എനിക്ക് അടിച്ചിട്ടില്ലേ കണ്ണൻകുട്ടിക്ക് കേട്ടോ. എനിക്ക് കാരണം വലിയ പേടിയാണ് ഇതിൽ നനഞ്ഞ കൈ കൊണ്ട് തൊടാൻ വേണ്ടിയിട്ടൊക്കെ. ഈ ഷോക്ക് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പേടിയാട്ടോ. കറണ്ടിനോടും തീനോടും വെള്ളത്തിനോടും കളിക്കരുത് എന്നാണല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ ചട്നിക്കുള്ളതൊക്കെ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ പൊട്ടുകടല ഇടുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മളിപ്പോൾ പൊട്ടുകടലയൊന്നും ഇട്ടിട്ടില്ല. എപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യും കുറുന്നനെ വേണ്ടിയിട്ട്, നല്ലാണ്ട് എപ്പോഴൊന്നും ചെയ്യാറില്ല കേട്ടോ. അരപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചട്നിയുടെ അരപ്പായപ്പോഴേക്കും ദാ ഇഡ്ഡലി അങ്ങോട്ട് ശരിയായി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇനി നമ്മുടെ ചട്നിക്ക് അങ്ങോട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകിട്ടു. അത് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് 2 വേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചട്നി ഇതിലേക്ക് അരച്ചതോ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കൂട്ടോ. തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടില്ല. ഇത് ഈ ഒരു ചൂടോട് കൂടിയിട്ട് അങ്ങനെ തന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മാറ്റും ഇങ്ങോട്ട് പാത്രത്തേക്ക് തന്നെ. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ആ ചൂടൊന്ന് തട്ടിയാൽ മതി കേട്ടോ ചട്നിക്ക്. അങ്ങനെ ഒരു പാത്രത്തിലൊക്കെ മാറ്റി വെച്ചിട്ട് ചട്ടി നമ്മൾ കഴുകാൻ വേണ്ടിയിട്ടിട്ടു. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി ഇല്ലേ അതൊന്ന് പുറത്തേക്ക് വെക്കണം, ഒന്ന് തണുക്കട്ടെ. അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം കേട്ടോ, പാത്രത്തിലേക്ക്. അപ്പോൾ തട്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വെച്ചു. അമ്മയൊക്കെ പണ്ട് അതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളമൊക്കെ ഇങ്ങനെ തളിച്ച് വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു സവാള മുറിച്ചിട്ടു. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി, അല്ലാണ്ട് നമ്മുടെ മുളക് പൊടി നല്ല എരിവുള്ള കാരണേ കുറച്ച് ഇടണുള്ളൂ. അപ്പോൾ എരിവനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ അരയ്ക്കാം കേട്ടോ. നല്ലോണം അത് പേസ്റ്റ് ആവണം. അതൊരു അരവിൽ തന്നെ അങ്ങോട്ട് ശരിയായിക്കോളും. ഞാൻ ഭാഗം പൊട്ടി. എന്നിട്ട് നമ്മളൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് സെറ്റായി. എന്നിട്ട് ആ മിക്സിയൊക്കെ ഒന്ന് അമ്പാടെന്ന് തുടച്ചെന്ന് വെച്ചാൽ ഞാനിത് ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ കൈയോടെ അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ രണ്ടാമത് അലമ്പാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ ചമ്മന്തി ഒരു പാത്രത്തിലാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. എന്താ വെച്ചാൽ 400 രൂപയുടെ അടുത്തായി നമ്മുടെ വെളിച്ചെണ്ണയുടെ വില.
അത് കാരണം ഇനിയിപ്പോൾ ഇതും വാങ്ങാൻ വഴിയില്ലാത്ത മാർഗ്ഗമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചമ്മന്തി സെറ്റാക്കിയിട്ട് ഇഡ്ഡലി ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ തട്ടി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇടുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ടുപോയിക്കുകയാണ്. ചട്നി ഞാൻ കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് പറയണത് മൊത്തം വായിൽ തെറ്റാണ് വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ആവുകൊണ്ട് കറിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വേണം പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കുറുന്നനാക്കിയിട്ടില്ല, ഒന്നിങ്ങനെ ലൂസാക്കിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സാമ്പാറും ചമ്മന്തിയും ചട്നിയും എല്ലാം കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നാളും കൂടെ. ഈ ഒരു ചായ കുടിക്കുന്ന സമയത്തില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വീഡിയോ എടുക്കണില്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ചായ കുടിക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. വീഡിയോ എടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം എടുത്തിട്ട് വല്ല മൂവിയോ അല്ലെങ്കിൽ അളിയൻസോ അല്ലെങ്കിൽ ആരുടെങ്കിലും വ്ളോഗോ അങ്ങനെയൊക്കെ, നമ്മൾ കല്യാണിയുടെ വ്ളോഗൊക്കെ അങ്ങനെ മിക്കതും അങ്ങനെയൊക്കെ ആട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവരുടെ വ്ളോഗ് ഇരുന്ന് കാണും. അങ്ങനെയൊക്കെയാണ് ചെയ്യാം കേട്ടോ. ഇതാ ഞാനും കണ്ണൻകുട്ടി ആദ്യം ഇരുന്നു. പൂജിറ്റി അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങോട്ടോ ഒന്ന് എസ്കേപ്പായി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്നിട്ട് ക്യാമറ വയ്ക്കുമ്പോഴേ ഇങ്ങനെ ഒരു കളറാണ് അവിടെ വരുന്നത്. എങ്ങനെ നോക്കിയിട്ട് അതിങ്ങോട്ട് റെഡി ആവണില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വെള്ള കളർ പോലെ വരും. എന്തായാലും വയറ് നിറയെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ഇരിക്കുന്ന ഈ ലോഡ് പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് കഴുകി കെട്ടിയിട്ട് ഇന്ന് നമ്മൾ കർക്കിടക സംക്രാന്തിയുടെ പണി തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ മാറാല തട്ടലും ക്ലീനിങ്ങും ഒക്കെ കുറേശ്ശെ അങ്ങോട്ട് ആക്കാൻ വിചാരിച്ചു. ബുധനാഴ്ചയോ വ്യാഴാഴ്ച എങ്ങാണ്ട് ബുധനാഴ്ചയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശനി ഞായറും തിങ്കളും കൂടിയിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇവരുള്ള ദിവസം ആകുമ്പോൾ എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ആളുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേത് നമ്മൾ ഈ വീഡിയോയുടെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് നീക്കിയും വെച്ചിട്ടൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ടൈം പോകില്ലേ. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേഗം തന്നെ ഞാൻ മാറാല തട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. മാറാല തട്ടി എന്ന് പറയുമ്പോൾ ഒരു പൈപ്പിൽ ഞാനിങ്ങനെ കുറച്ച് നമ്മുടെ ഓലക്കൊടിയുടെ തലപ്പില്ലേ അതിങ്ങനെ തിരികെ വെക്കും. എന്നിട്ട് മാറാല തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും കേട്ടോ. എൻ്റെ മാറാല തട്ടി ഇതാണ്. ഒരു വിധമൊക്കെ ഒതുക്കി പെറുക്കി വെച്ചതാണെങ്കിൽ കൂടെ ഈ ഒരു റാക്കിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പിള്ളേർ കൊടുന്ന് വയ്ക്കും. ബുക്കും പേപ്പറും അതും ഇതൊക്കെ ഇട്ട് എല്ലായിടത്തും ഞാൻ വാരി വലിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട്. വേണ്ടവരെടുത്തോ അല്ലെങ്കിൽ എന്നാൽ മൊത്തം കത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പെറുക്കി എടുത്ത് വെച്ചോളും ആവശ്യമുള്ളതാണെങ്കിൽ. എനിക്കിങ്ങനെ റാക്കിൻ്റെ മേലെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നത് ദേഷ്യമാണ്. ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ കുറച്ചും കൂടെ പുറത്തേക്കും തള്ളിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആ കലമ്പാക്കി വെക്കും ഇവർ. മാറാല നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു കർക്കിടക സംക്രാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് കുറച്ച്. അതുകൊണ്ട് തന്നെ കുറച്ചധികം മാറാലയും ചിലന്തി വലയും കുട്ടികളും മക്കളും പിള്ളേരും അമ്മാവനൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. എല്ലാം കൂടെ തട്ടി ക്ലീനാക്കി വൃത്തിയാക്കി. എനിക്കാണെങ്കിൽ ഒരു അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഈ പൊടി വല്ലാണ്ട് പറ്റില്ല. എനിക്ക് ഈ ഒരു മുഖത്ത് ഇങ്ങനെ വല്ല മാസ്ക് വെച്ചിട്ടോ കെട്ടിയിട്ടോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് അതിനും പറ്റില്ല. എന്തായാലും വരണോടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാറാല തട്ടിൽ ഓരോ സ്ഥലത്തുനിന്ന് ഒതുക്കി പെറുക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് തട്ടി ഇറങ്ങിയാലാവട്ടെ അടുത്തത് കാണുക, പിന്നെ രണ്ടാമത് അങ്ങോട്ട് തന്നെ കയറും. ഈ ഒരു കുറച്ച് കാണുന്ന പോലെ അല്ല കേട്ടോ, ഒരുപാട് പാടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് എൻ്റെ കൈയിൻ്റെ പെയിൻ ഇളകിയിരിക്കുന്ന സമയം കൂടെയാണ്. എന്തായാലും ഈ പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ചെറുതിലേക്ക് അമ്മമ്മയൊക്കെ ചെയ്ത് കണ്ട് ശീലമായതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാതിരിക്കുമ്പോഴല്ലേ എന്തോ ഒരു വെപ്രാളം പോലെ തോന്നും. അല്ലെങ്കിൽ വലിയ പാടുണ്ടായിട്ടൊന്നുമല്ല. ഈ സംക്രാന്തിയുടെ സമയത്ത് നമ്മളെ വീടും കാര്യങ്ങളും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുക, അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തി നമ്മൾ നിൽക്കുന്നത് വാടക വീട്ടിലാണെങ്കിലും ഇതിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും നല്ലതാണല്ലോ ചെയ്യുന്നത്, ഓരോ സമയത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശബരിമലക്കാലായാലും അതുപോലെ തന്നെയാണ് നമ്മുടെ നോമ്പുകാലായാലും ഈ നനച്ചുകുളി കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പുണ്യങ്ങളും കാര്യങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. നമ്മുടെ വിശ്വാസം നമ്മുടെ ആണല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഫാനൊക്കെ എത്ര തുടച്ചാലും ഇങ്ങനെ തന്നെ ആട്ടോ നിൽക്കുക. അതിനകത്ത് പൊടിയല്ല, ഒരുപാട് കാലത്തെ പഴക്കമുള്ളതുകൊണ്ട് അതിൻ്റെ പെയിൻ്റൊക്കെ പോകുന്നതാണ്. എന്നാലും ഞാൻ കയറിയിട്ട് അവിടെയുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ തട്ടിയിട്ടുണ്ട്. ആ റേക്കുമ്പോൾ ഈ ഒരു ഫാനിൻ്റെ മേലുള്ള പൊടികളാണ് കേട്ടോ ഞാനിപ്പോൾ തട്ടിയപ്പോൾ ഈ വീണിട്ടുള്ളത്. അകത്തുള്ള തട്ടലും പൊടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തിരിക്കുന്ന മാറാലയും കൂടെ തട്ടാൻ വേണ്ടിയിട്ട് വീടിൻ്റെ 4 ഭാഗത്തെ മാറാല തട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കാര്യമായിട്ട് മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ എപ്പോഴൊന്നും പുറത്തൊന്നും തട്ടാറില്ലല്ലോ, പ്രത്യേകിച്ച് ഈ മഴക്കാലമായിട്ട് ഞാൻ തട്ടാറേ ഇല്ല കേട്ടോ. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ മുറ്റടിച്ച് വരുമ്പോൾ നമ്മുടെ കൈ എവിടേക്കാണ് പോകണമെന്ന് അവിടെയൊക്കെ തട്ടി അങ്ങോട്ട് വൃത്തിയാക്കി വെക്കും. ഈ ഒരു ഭാഗത്ത് അധികം ഉണ്ടാവാറില്ല. എന്താ വെച്ചാൽ ഞാൻ അടിച്ച് വാരുമ്പോൾ എപ്പോഴും എൻ്റെ കണ്ണ് മേലേക്ക് പോവും, ചൂലും മേലേക്ക് പോവും. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ അലമ്പില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് എല്ലായിടവും ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പെയിൻ്റ് അടിക്കാത്തതുകൊണ്ട് തന്നെ എത്ര വൃത്തിയാക്കിയാലും ഈ വീട് നമുക്ക് വൃത്തിയായി എന്ന് തോന്നില്ല. അതുപോലെ തന്നെയാണ് നിലം കേട്ടോ. പണ്ട് കാലത്തെ നിലമായതുകൊണ്ട് തന്നെ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടും അതിൻ്റെ കാവി പോയിട്ടൊക്കെ ആയിട്ട് അത്രയും അലമ്പായിട്ട് കിടക്കണമുണ്ട്. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും നമുക്ക് തന്നെ ഒരു
ഒരു സുഖം കിട്ടില്ല. അയ്യോ വൃത്തിയാക്കി ഇട്ടിട്ട് നമുക്ക് തോന്നുമല്ലോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളിതാ എല്ലായിടവും മാറാലൊക്കെ തട്ടി ചെതലൊക്കെ തട്ടി ഒതുക്കി പെറുക്കി അടുക്കി പെറുക്കി വെച്ചിട്ട് ഇനി എല്ലായിടവും ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. ഇനി നമുക്കൊരു തുട ഇങ്ങോട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കട്ടിലും ജനലും വാതിലൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിറ്റേ ദിവസം ചെയ്യാൻ വിചാരിച്ചു. എല്ലാം കൂടെ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാലേ കിടക്കണു പറഞ്ഞ പോലെ കിടന്നു കഴിഞ്ഞാൽ നീക്കലുണ്ടാവില്ല കേട്ടോ. എന്നുവെച്ചാൽ എല്ലാവർക്കും ഈ പനി മാറി പോയിട്ടില്ല, അതിൻ്റെ ക്ഷീണമുണ്ട്, വേദന ഉണ്ട്, മേല് എല്ലാവർക്കും അല്ല എനിക്ക് കിട്ടാം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഈ കുട്ടികൾ ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ അവരും ഇതിൻ്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണ പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലായിടമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടിട്ട് ഇനി നമുക്ക് ഫുഡ് എല്ലാം റെഡിയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ സമാധാനമുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് അല്ല ഇത് എന്താ മാറാല തട്ടി തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നാളെ നമുക്ക് ജനലും വാതിലൊക്കെ ഒന്ന് തുടയ്ക്കാം. ഞാൻ ടോപ്പ് മാറ്റിയിട്ട് നമ്മൾ തോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാറാല തട്ടിയപ്പോൾ അതൊക്കെ പൊടിയൊക്കെ ആയത്. പിന്നെ 2-3 ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോട്ടിൽ പോയിട്ട് അങ്ങോട്ട് കുളിക്കല്ല കുളിക്കുന്നില്ല. നോക്കട്ടെ, ആളുണ്ടെങ്കിൽ തല ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകണമെന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കുളിക്കുക, തിരുമ്പൽ അങ്ങോട്ട് കഴിക്കാം. ഫേസ് വാഷൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മുഖം ആകെ പൊടിയാണ്. ഇനിയിപ്പോൾ അലർജിയുടേത് എപ്പോൾ വരുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ തോട്ട് പോവാ. എന്തിനാ ചന്ദനത്തിരി കത്തിച്ച് വെച്ചെന്നെ പകല്. അപ്പം ഈ തോട്ട് പോവാട്ടെ നമ്മൾ. ബക്കറ്റ് തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഷാമ്പൂ എണ്ണയും ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. നമുക്ക് കുളിക്കാൻ പറ്റുകയാണെങ്കിൽ തല നനയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏതായാലും തോട്ടിലേക്കല്ലേ പോണത്. എന്തായാലും താളി തേച്ചിട്ട് അങ്ങോട്ട് തല നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടുന്ന് കുളിക്കില്ല, തല ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഈ തോട്ടിലും കുളത്തിലും പുഴയിലൊക്കെ തല നനയ്ക്കുക എന്ന് പറയുന്നത് നല്ല വൃത്തിയിൽ നമുക്ക് ഷാമ്പൂവും താളിയൊക്കെ തേച്ച് കഴുകി നനച്ച് പോരാലോ. ദമയന്തി എങ്ങോട്ടാണ് പോകണേ? ആരവിടെ ഉണ്ടാക്കി? അത് കഴിക്കാൻ പറ്റുമോ? അല്ല കാട്ട് വെളുത്തണെങ്കിൽ പറഞ്ഞ കണ്ണനും കണ്ണൻ്റെ ഫ്രണ്ട്സും കൊലച്ചു നിൽക്കണമെന്നുണ്ടാവും. അതാ അത് ചേച്ചി. അതെ, ഞാൻ സമ്മതിച്ചു തരാം. എന്താ അറിയോ ബുദ്ധി ഇല്ലാത്ത കുട്ടികൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം എന്നാ. ആണ് അന്ന് വന്നത്. 2 വെള്ള. കൊച്ചുകുട്ടികളുണ്ടോ? എവിടെ അവിടെ ഉണ്ട്? എന്നെടുത്തിട്ട് വായോ. ഈ പിടിക്കതിനെ പിടിക്കോ? ആ ഇതാ അച്ഛൻ്റെ ഫ്രണ്ട്. ഒന്നുള്ളൂ. അയ്യോ അതിനെ കൊണ്ടുപോവല്ലേ? അവിടെ വെക്ക്. ആ പിടിക്കണം. അത് പിടിക്ക്. വേണ്ടോ നടക്ക്. അങ്ങനെ നടന്ന് നമ്മൾ തോട്ടിലെത്തിട്ടോ. ഈ ഭാഗത്ത് ഞാൻ പോയി എത്തി നോക്കണത് ഇവിടെ തിരുമ്പാൻ കല്ലൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം കുറച്ച് താഴോട്ടാണ്. അപ്പം ഞാനിങ്ങനെ തിരുമ്പാൻ വേണ്ടി കുറച്ച് പാടുപെടും, ബക്കറ്റിൽ മുക്കേണ്ടി വരും. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ സുഖമായിട്ട് നമുക്കിങ്ങനെ വെള്ളം എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും. കഴുകാനല്ല, തിരുമ്പാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ പോവാണ് കേട്ടോ അങ്ങോട്ട്. നമ്മുടെ തോടെത്തി ഗായ്സ്. സൗണ്ടോട് കേൾക്കില്ല. കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുന്നത്തെ വർഷമാണോ എന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു തോട്ടിൽ ഞാനും ശരണിയും ഏടത്തമ്മയും ശ്രുതിയും കൂടെ, എൻ്റെ ഏട്ടൻ്റെ വൈഫും അനിയൻ്റെ വൈഫും പിന്നെ എൻ്റെ ശരണിയും കൂടെ ഞങ്ങൾ ഈ ഒരു തോട്ടിൽ വന്നിട്ട് ആർമാദിച്ച് കുളിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തോട്ടിലും കുളത്തിലും. അയ്യോ അതൊന്നും ഒരിക്കലും മറക്കില്ല. ഇതിനെക്കാട്ടിലും വെള്ളം ഉണ്ടായിരുന്നു. ഈ ഒരു പാറയ്ക്കല്ലേ, അതൊന്നും കണ്ടായിരുന്നില്ല. പാറയിൽ കയറി ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കണ്ടായിരുന്നുള്ളൂ, അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളിവിടെ വന്ന് ആർമാദിച്ച് പോയിരുന്നു കേട്ടോ. എനിക്കിവിടെ വന്ന് അതാണ് ആദ്യം ഓർമ്മ വരിക. എല്ലാവരും കൂടിയിട്ട് തോട്ടിൽ വന്ന് കുളിച്ച് തിരുമ്പി പോണത് വേറൊരു രസമാണ്. കുറേ നേരം നമ്മൾ വെള്ളത്തിൽ വല്ല പോത്തുകളിട്ട പോലെ കുറേ നേരം കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഈ പൂജട്ടിക്ക് ഇല്ലേ നീന്തൽ അറിയാത്തതുകൊണ്ട് അവൾ ഈ വെള്ളത്തിൽ ഇറങ്ങില്ല. പിന്നെ അപ്പം ഞാൻ ഒറ്റയ്ക്ക് എത്ര നേരം എന്ന് വെച്ചിട്ട് അതിനകത്ത് കിടക്കാം. എന്തായാലും ഇന്ന് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന്
അടിച്ച് തിരുമ്പി വെളുപ്പിച്ച് പോരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും മല്ല് ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത്. നല്ല സുഖമായിട്ട് തിരുമ്പാലോ. മറ്റത് നമ്മുടെ ആ ഒരു ബാത്റൂമിൻ്റെ കുളിമുറിയുടെ ഉള്ളിൽ ആ ഇട്ടാവട്ടത്ത് നിന്ന് തിരുമണേക്കാട്ടിലും സുഖം ഇത്രയും ഒഴുക്ക് വെള്ളത്തിൽ നിൽക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ പെറുക്കിയെടുത്ത് പോകുന്നതാണ്. നല്ല പൊരി വെയിലാണ് കേട്ടോ. എന്തായാലും കാറ്റും വെള്ളത്തിൻ്റെ തണുപ്പും കാരണം അത്ര വലിയ ചൂടൊന്നും അറിയണില്ലെങ്കിലും വേഗം ഞാൻ എല്ലാം തിരുമ്പി മേലേക്ക് കയറാമെന്ന് വിചാരിച്ചു. തിരുമ്പൽ കഴിഞ്ഞിട്ട് എനിക്ക് തലയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ആരും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് തിരുമ്പി കുളിക്കാൻ വേണമെങ്കിൽ കുളിച്ചിട്ടും കൂടെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമ്മൾ കുളിച്ചിട്ടില്ല. തല അങ്ങോട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു. തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഊരിപ്പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മളിനി തല നനയ്ക്കാൻ വിട്ടാൽ 2-3-4 കുട്ടി പട്ടാളം കൂടെ ഉണ്ട്. ഈ വീട്ടിൻ്റെ ഇവിടെ അടുത്ത് പരിസരത്തുള്ള കുട്ടികളാണ് കേട്ടോ. അവറ്റങ്ങളും ഉണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. കണ്ണൻകുട്ടി അവരുടെ കൂടെ കുറേ നേരം മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിരുന്നു. ഒരു പേടിയില്ല. പൊത്തൊക്കെ കണ്ട അതിനകത്ത് കൈയിടൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ അതിൽ കുഞ്ഞതൊന്നും ഇറങ്ങുന്നുണ്ട്. നീന്താനൊന്നും അറിയില്ല. എന്തായാലും വെള്ളത്തിൽ ഒഴുക്കൽ ഇങ്ങോട്ട് വരരുത്. അവിടെ നല്ല ആഴാണ്. ഇപ്പം ഞാൻ ഈ ഇറങ്ങി നിൽക്കണതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയണത് നല്ല ആണുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ അതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ തലയിൽ എണ്ണയൊക്കെ സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഇവർ മീൻ പിടിക്കണവും കാര്യങ്ങളൊക്കെ കാണാമല്ലോ. ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. എന്താ വെച്ചാൽ ഇപ്പം തന്നെ 2-2:30 ആയിട്ടുണ്ട് സമയം. നമ്മുടെ എല്ലാ കാര്യം കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ. അങ്ങനെ കുറച്ച് നേരമൊക്കെ തലയിൽ എണ്ണ തേക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവിടെ നല്ല അടി കിട്ടിയ പോലത്തെ വെയിലായതുകൊണ്ട് ഞാൻ വേഗം തല അങ്ങോട്ട് നനച്ച് കയറി പോവാമെന്ന് വിചാരിച്ചു. നമ്മുടെ താളിയൊക്കെ വെറുതാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഉള്ളവരൊക്കെ കൂടിയിട്ട് തോട്ടിലേക്ക് പോകും. അങ്ങനെ തോട്ടിലേക്ക് പോകുമ്പോൾ താളി ഇങ്ങനെ കല്ലിലൊക്കെ വെച്ച് അമ്മ ഒരു കപ്പിലേക്ക് ഇങ്ങനെ തോർത്തിൽ പിഴിഞ്ഞ് തരുമായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ കല്ലിൽ വെച്ച് ഇങ്ങനെ വെറുതെയിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക. കാരണം താളിയൊക്കെ തേച്ചായിരുന്ന ഓർമ്മയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കല്ലിൽ തേച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. മറ്റു വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ ചെയ്യാറ്. ഞാനും പൂച്ചിട്ടിയും ഇടയ്ക്കും തലയ്ക്കൊക്കെ താളിയൊക്കെ തേക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഷാമ്പൂ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ മുഖമൊക്കെ കഴുകി തലയൊക്കെ കഴുകിയിട്ട് എനിക്ക് അവിടെ നിന്ന് ഇരിക്കാൻ തോന്നുന്നില്ല. അത്രയും സുഖമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ചാടണേ ആൾക്കറിയോ? ഇതാ നമ്മള് ചാടണ്ടല്ലോ. ആ നോക്കിട്ടാ. ഞാൻ അങ്ങോട്ട് പോട്ടെ. കൊണ്ട് കേട്ടോ അപ്പുറത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് ഇവിടെ കവളത്ത് സോപ്പ് പതുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ മുങ്ങിയിട്ട് ഞാൻ പോയില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലയൊക്കെ തോർത്തണ സമയം കൊണ്ട് ഇവിടെ തകൃതിയിൽ മീൻ പിടിക്കുകയാണ്. അപ്പം അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു കേട്ടോ. തിരുമ്പേൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. നട്ടുച്ചയാണെങ്കിലും കുളിച്ചിട്ട് വരുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. കാറ്റും തണുപ്പൊക്കെ ആയിട്ട്. ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.